ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഡിസ ബ്യൂട്ടി സ്പോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു അലിഗേറ്റർ ക്ലിപ്പാണ് ചെയ്യാൻ പോകുന്നത്. അതൊരു നെറ്റും കൊണ്ടുള്ള വെച്ചിട്ടുള്ള ഒരു അലിഗേറ്റർ ക്ലിപ്പാണ്. അപ്പോൾ ഇതുപോലെ നെറ്റിൻ്റെ പീസ് ഒരു 4 പീസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അലിഗേറ്ററിൽ ഇതുപോലെ ഒരു B7000 ഗ്ലൂ എടുത്തിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു മുക്കാൽ ഭാഗത്തോളം നമ്മൾ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇതുപോലത്തെ സ്റ്റോണിൻ്റെ ലേസ് ഉണ്ടല്ലോ, അതുപോലത്തെ ഇതുപോലൊരു പീസ്, ഒരു ഗോൾഡൻ കളറിലുള്ള പീസാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത് കറക്റ്റ് സെൻറ്ററിലേക്ക് വരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അലിഗേറ്ററിൻ്റെ ഞെക്കുന്ന ഭാഗമില്ലേ, ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഞെക്കുന്ന ആ ഭാഗത്ത് വേണം കേട്ടോ ഇത് ലേസ് ഒട്ടിക്കാൻ. ഇനി നമുക്കതവിടെ ഉണങ്ങാൻ വയ്ക്കാം. എന്നിട്ട് ഈ നെറ്റ് പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒപ്പം പിടിക്കുക. ഇതുപോലെ നന്നായിട്ട് ഓരോ പീസും ഒന്നിച്ചൊന്നിച്ച് വെച്ചിട്ട് ഒപ്പം പിടിക്കുക. ഒപ്പം പിടിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാനാണ് ഇത് ഒപ്പം പിടിക്കുന്നത്. എന്നിട്ട് സൂചി നൂലും എടുക്കുക. സൂചി നൂലും എടുത്ത് അറ്റം നന്നായിട്ട് കെട്ടിടുക. കെട്ടിട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുക കേട്ടോ. അപ്പോൾ സെൻറ്റർ നോക്കാൻ വേണ്ടി മാത്രമാണ് ഫോൾഡ് ചെയ്യുന്നത്. ഇതുപോലെ ഉള്ളിൽ നിന്ന് ഇതുപോലെ ഒന്ന് സെൻറ്ററിൽ കുത്തി കൊടുക്കുക. എന്നിട്ട് ഈ നെറ്റൊന്ന് നിവർത്തി പിടിക്കുക. അപ്പോൾ ആ സെൻറ്റർ കണക്കാക്കാൻ വേണ്ടി മാത്രമാണ് ഫോൾഡ് ചെയ്തത്. ഫോൾഡ് ചെയ്തിട്ട് കൂട്ടി തുന്നരുത് കേട്ടോ. ഇതുപോലെ നമുക്ക് ഇനി കറക്റ്റ് സെൻറ്ററിലേക്ക് മുകളിൽ വരെ റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ ചെയ്യുന്നതാണ് റണ്ണിങ് സ്റ്റിച്ച്. അതുപോലെ ഇതുപോലെ ഒന്ന് തുന്നുവാണ്, കൈ കൊണ്ട് തുന്നി. നമുക്ക് ഉണ്ടാക്കുന്ന ഒരു ഐഡിയ എല്ലാവർക്കും തന്നെ കാണുമല്ലോ. അപ്പോൾ അതുപോലെ നമ്മൾ പല പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്നുകൂടി ഒന്ന് കണ്ടിട്ട് ചെയ്യുക കേട്ടോ. ഇതുപോലെ ഒന്ന് തുന്നി നമ്മൾ കോർത്തെടുത്തു. ഇനി ഇതിനെ ഒന്ന് ചുറ്റി കെട്ടിട്ടെടുക്കുകയാണ്. അപ്പം നിങ്ങൾ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കൂട്ടത്തിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റുകളൊക്കെ അറിയിക്കുക കേട്ടോ. ഇതുപോലെ നമ്മൾ കെട്ടിയിട്ട് കൊടുത്തു. നന്നായിട്ട് വലിച്ച് ടൈറ്റാക്കി കെട്ടുക. 3-4 പ്രാവശ്യം കെട്ടുക കേട്ടോ. ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യത്തിൽ നിർത്തരുതേ, പെട്ടെന്ന് അഴിഞ്ഞു പോരും. അപ്പോൾ ഇതുപോലെ കെട്ടി ഇനി നമുക്ക് ഈ ഞൊറിവുകളൊക്കെ ഒന്ന് നേരെയാക്കി എടുക്കാം. ആ നൂല് കട്ട് ചെയ്ത് കളയരുത്. നമുക്ക് ഒരു അലങ്കാരപ്പണിയും കൂടെ ചെയ്യാനുണ്ട്. നമ്മൾ വൈറ്റ് മുത്തെടുത്തിട്ടുണ്ട്. അതിലൊരു 3 മുത്തെടുത്തിട്ട് ഇതിലേക്കൊന്ന് സൂചിയിലേക്കൊന്ന് കോർത്ത് കൊടുക്കുകയാണ് കേട്ടോ. 3 എണ്ണം മതിയാവുമേ. ബോയുടെ കറക്റ്റ് സെൻറ്ററിലേക്ക് വരാനായിട്ട് ചെറിയ മുത്താണ് എടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ 1-2 മതിയായിരിക്കും. അപ്പോൾ ഇങ്ങനെ ബോയുടെ സെൻറ്ററിൽ കൊടുക്കാൻ എപ്പോഴും ചെറിയ മുത്തെടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ മുത്തെടുത്തു. എന്നിട്ട് ആ അറ്റത്ത് തന്നെ, അത് അവസാനിച്ച ആ അറ്റത്ത് തന്നെ സൂചി കുത്തി മുകളിലേക്ക് എടുത്തിട്ട് ഒന്ന് കോർത്ത് അവിടെ ടൈറ്റാക്കി ജോയിൻ ചെയ്ത് വയ്ക്കുകയാണ് കേട്ടോ. ഇതുപോലെ ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ടൈറ്റാക്കി കൊടുക്കുക. മുത്ത് ലൂസായി പോവാതെ നന്നായിട്ട് ടൈറ്റാക്കി പുറകുവശത്ത് കൊണ്ടുവന്നിട്ട് ഒന്ന് തുന്നി കൊടുക്കുക കേട്ടോ. നൂല് വലിച്ച് ടൈറ്റാക്കി പിടിച്ചുകൊണ്ട് തന്നെ ഒന്ന് തുന്നി കൊടുക്കുകയാണ്. ഇതുപോലെ ഒന്ന് തുന്നി കെട്ടിടുന്നു. 2-3 പ്രാവശ്യം കെട്ടിട്ടെടുക്കുക. കെട്ടിയിട്ട് സേഫ് ആക്കുക. അപ്പോൾ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. നെറ്റ് കൊണ്ടുള്ള റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മുടെ ബോയിനെ ഒന്ന് നിവർത്തി ഒന്ന് സെറ്റാക്കുക. ഇതുപോലെ. എന്നിട്ട് അതിൻ്റെ ഇതളുകളൊക്കെ ഓരോ ലെയർ ഉണ്ടല്ലോ, നമ്മൾ 4 ലെയർ എടുത്തിട്ടുണ്ട്. ആ 4 ലെയറും വേറെ വേറെ ആയിട്ട് വിടിയിച്ചെടുക്കുക. ഒന്നിച്ചാണ് നമ്മൾ തുന്നിയെടുത്തത്. ഇതുപോലെ ഒന്ന് 2 സൈഡിലും ലെയറുകളെ ഓരോ ലെയറിനെ ഇതുപോലെ ഒന്ന് വിടിയിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അത് കുറച്ചുകൂടെ ഒന്ന് വൃത്തിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ എന്നിട്ട് ചുളുങ്ങിയിരിക്കുന്നതൊക്കെ ഒന്ന് നിവർത്തി അങ്ങ് കൊടുക്കുക. ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ അലിഗേറ്ററിൽ ലാസ്റ്റ് ഭാഗത്തിൽ കുറച്ച് നമ്മൾ ഗ്യാപ്പ് ഇട്ടില്ലേ, ലേസ് ഒട്ടിച്ചതിന് ശേഷം അവിടേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തു. എന്നിട്ട് ഈ ബോയിനെ എടുത്തിട്ട് സേഫായിട്ട് ആ സെൻറ്ററിൽ തന്നെ നിങ്ങൾ വീഡിയോ കാണുന്ന പോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് 2 കൈയും കൊണ്ടും പിടിച്ച് പ്രസ് ചെയ്ത് ഞൊറിവുകളൊക്കെ നേരെയാണെന്ന് ഉറപ്പ് വരുത്തി നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ മുത്ത് ഈ ലേസിന് നേരെ വരാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ നന്നായിട്ട് കൈകൊണ്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ അലിഗേറ്റർ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല വെറൈറ്റി ആയിട്ടും സിമ്പിളായിട്ടുള്ള ഒരു അലിഗേറ്റർ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും. നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല വെറൈറ്റി ആയിട്ടില്ലേ. അപ്പോൾ വീണ്ടും വരുന്നത് വരെ ടാറ്റാ.